ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുഞ്ഞു വ്ളോഗാണ്, ഈവനിങ് വ്ളോഗാണ്. ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ വെച്ചൊരു കുഞ്ഞു നോമ്പ് തുറന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, ഉപ്പച്ചി നോമ്പ് തുറക്കാൻ പോകും, പിന്നെ ഞാനും ഉമ്മച്ചിയും മോനും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാ ഇവനിക്ക് നല്ല വിശക്കുണ്ട്. ഇവനിങ്ങനെ അടുക്കളയിൽ കിടന്ന് അങ്ങോട്ടേക്ക് കാലിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അവനൊന്ന് സെറ്റാക്കിയാൽ അവനങ്ങോട്ട് പതിയെ മാറിക്കോളും. ഒരു കുഞ്ഞു പൂച്ചയാണ്, അപ്പോൾ അവനായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉമ്മച്ചി ചിക്കൻ തിന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് സവാളയും കേബേജും കൂടിയൊക്കെ വെച്ചൊരു ചെറിയൊരു തട്ടിക്കൂട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള റെസിപ്പികളൊക്കെ അതിനുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് നോക്കിയാണ്. അതിൻ്റെ ഇടയിൽ ഉപ്പത് നല്ല ചൂട് ജീരകക്കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഞാൻ അതിൻ്റെ ഇതായ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ ഉമ്മച്ചിയുടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആളിതാ ഇവിടെ തന്നെ ഇരിക്കുകയാണ്, ഫോണില്ല കേട്ടോ. ഭയങ്കര നമ്മളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ കുറച്ച് നേരം അവനായിട്ട് ഇങ്ങനെ അവനൊന്ന് ഹാപ്പി ആക്കിയിട്ട് ഇരിക്കുകയാണ്. നല്ല രസമാണ് അവനായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷേ അതിനുള്ള ടൈം നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഉപ്പച്ചി ഇത് ജ്യൂസ് അടിക്കാനുള്ള മാങ്ങയെ കൊണ്ട് വന്ന് പൊട്ടുവെള്ളരിയും കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് സമൂസൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാൻ പറഞ്ഞത്. പിന്നെ ഇത് വന്നിട്ട് ഒരു മല്ലിച്ചീരയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായ മല്ലിയിലൊക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ അതാ ഉമ്മച്ചിയുടെ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതാ സമൂസ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പഴംപൊരിക്കുള്ളത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോഴേക്കും പുള്ള എണീറ്റപ്പോൾ അവനക്ക് കുറച്ച് ജീരകക്കഞ്ഞി കൊടുത്ത് അവനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാ നാരങ്ങ വെള്ളം കലക്കാനായി, ബാങ്ക് കൊടുക്കാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ ഉമ്മച്ചി ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ചേച്ചി തന്നതാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല ചപ്പിക്കൂടിയ മാങ്ങയാണ്. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ തിന്നാൻ. അപ്പോൾ ഇതാ നമ്മൾ പഴംപൊരിയും സമൂസയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതാണ് പിന്നെ കാണിക്കേണ്ടത്. പിന്നെ ഉമ്മച്ചിന് ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാം ടേബിളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ എന്തോ ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്ത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. പിന്നെ ഇതാ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇതാ പോകും. ഇപ്പോൾ തന്നെ ഉപ്പനെ കൊണ്ടാക്കി തരും. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും